വാടകയ്ക്ക് വീടെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മദീനയിൽ ആ സന്ദർഭത്തിൽ ധാരാളം കാശ് കൊടുക്കേണ്ടി വന്നിരുന്നു. ഭൂമിക്ക് ബനൂ ഖുറൈളക്കാരുടെ ഭൂമിക്ക് കാശുണ്ടായിരുന്നില്ല. വളരെ ആദായത്തിൽ ബനൂ ഖുറൈള ഭൂമി ജൂതന്മാരുടെ ഭൂമി കിട്ടാമായിരുന്നേനെ. അതേസമയത്ത് മുസ്ലിങ്ങളുടെ ഭൂമിക്ക് വില കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ വ്യഭിചാരം ഇസ്ലാം വിരോധിച്ചതായ ആ വ്യഭിചാരം തൊട്ടു തീണ്ടാത്തവരാണ് ഈ ഖൗമ്. അവർ അഭിമാനത്തെ സംരക്ഷിക്കുന്നവരാണ് എന്നത് ജൂതന്മാര് വരെ സ്ത്രീകരിച്ച സമ്മതിച്ച യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ശുദ്ധാത്മാക്കളായി ജീവിക്കാൻ അവരെ കൊണ്ട് സാധിച്ചത് കൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ റസൂല് തന്നെ പറഞ്ഞതുപോലെ വ്യഭിചാരം വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ മുൻഗാമികളിൽ നിങ്ങളുടെ പിതാക്കളിൽ നിങ്ങൾ കേൾക്കാത്തതായ ധാരാളം രോഗങ്ങൾ വ്യാപകമാകുന്നതാണെന്ന് ജീവിതത്തിൽ കളവ് അറിയാത്തവരും എന്റെ വലത് ഭാഗത്ത് അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ, കേട്ടില്ലേ? ഏതെങ്കിലും ഒരു ഡിക്ഷണറി പരിശോധിച്ച് നോക്കൂ. എയ്ഡ്സ് എന്ന് പറയുന്ന പേരിൽ 100 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഡിക്ഷണറിയിൽ നാം കണ്ടിട്ടുണ്ടോ? ഇല്ല. എയ്ഡ്സ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ട് തന്നെ ഇല്ല, കേട്ടിട്ടുമില്ല. അതൊരു ഉദാഹരണത്തിന് റസൂല് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മുൻഗാമികളിൽ കേൾക്കപ്പെടാത്തതായ രോഗങ്ങൾ വ്യാപകമാകുന്നതാണ്. വ്യഭിചാരം വ്യാപകമാകുന്ന കാലഘട്ടങ്ങളിൽ റസൂല് പറയുന്നു വ്യഭിചാരം ഏതുവരേക്കും വ്യാപകമാകും. ജനങ്ങളുടെ ഇടയിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ലാതെയായി മാറും. എത്രത്തോളം മെയിൻ റോഡിൽ കൂടി പോകുന്നവർ പറയും ഒന്ന് സൈഡിൽ വെച്ചിട്ട് വ്യഭിചരിക്കൂ, ഞങ്ങൾ നടക്കട്ടെ, ഞങ്ങൾക്ക് വഴി മാറിത്തരൂ എന്ന് പറയുന്ന കാലഘട്ടം വരെ വരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വന്നില്ലേ? വന്നു. ഇപ്പോൾ നാം ജീവിക്കുന്ന കാലം അങ്ങനെയുള്ള കാലമാണ് എന്ന് വേദനയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ രാഷ്ട്രത്തിലേക്ക് എൻ്റെ കുടുംബ ബന്ധു ഇവിടെ നിന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന ഇന്തിദാബി എന്ന പേരിൽ യാത്ര പാശ്ചാത്യ രാഷ്ട്രത്തിലേക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ബാഗ് എന്ന് പറഞ്ഞാലോ തോട്ടം, എന്താണ് പാർക്കിംഗ്, കുട്ടികൾ കളിക്കാൻ പോകുന്ന സ്ഥലം, ആ ഭാഗത്തിലേക്ക് പോയതായ വേളയിൽ അവിടെ പരിപാടി നടക്കാണ്. അപ്പോൾ കൂടെ ദലീലായി പോയ ആളുണ്ട്. അയാൾ പറയാണ് നിങ്ങൾ നോക്കിക്കളയരുത്, നിങ്ങൾക്ക് എതിരിൽ അയാൾ കേസ് കൊടുക്കും. എന്താണ്? നിങ്ങൾ നോക്കരുത് നടക്കുന്ന വ്യഭിചാരത്തെ, നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി എന്ന പേരിൽ നിങ്ങളുടെ എതിരിൽ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് അവിടുന്ന് പറയപ്പെട്ടു എന്നതാണ്. ഇത് സംഭവിച്ചതാണ് 2 വർഷം മുമ്പ് പാശ്ചാത്യ രാഷ്ട്രത്തിലേക്ക് എന്റെ ഒരു ബന്ധു യാത്ര ചെയ്തതായ വേളയിൽ. റസൂല് പറഞ്ഞത് അതേ രൂപത്തിൽ നാം ഇപ്പോൾ ഫിറ്റായി കാണുകയാണ്. വഴിമാറിത്തരൂ, നിങ്ങൾ സൈഡിൽ ചെയ്തു കൊള്ളുക എന്ന് പറയുന്ന കാലഘട്ടം വരും. അത്രയും വ്യാപകമാകും എന്ത് വ്യഭിചാരം എന്ന് നബി പറയുന്നു. പക്ഷേ ഇത് എവിടെയാണ്? ശതമാനം നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇന്ന് ലോകത്തിൽ വ്യാപകമായി കിടക്കുന്നതായ എയ്ഡ്സ് വളരെ ദുർലഭമാണ്. ശതമാനം നോക്കുകയാണെങ്കിലാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് എയ്ഡ്സ് കൂടുതലുള്ളത്? വ്യഭിചാരം വ്യാപകമായ നാടുകളിലാണ്. സ്വാതന്ത്ര്യം, മൃഗതുല്യ സ്വാതന്ത്ര്യം നൽകപ്പെട്ടതായ നാടുകളിലാണ്. അതെ, പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ പാർലമെന്റ് ഹൗസിന്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ സത്യാഗ്രഹം നടത്തുന്നത് നമ്മൾ കേട്ടു. എന്തിനാണ്? സ്വഭോഗം നടത്താൻ, സ്വവർഗഭോഗം നടത്താൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. അങ്ങനെ കൊടുക്കേണ്ടി വന്ന് കൊടുത്തു. ലൈസൻസ് കൊടുക്കാണ്. കാറിന് നാം ലൈസൻസ് കൊടുക്കുന്നത് പോലെ ലൈസൻസ്. അങ്ങനെയുള്ള നാടും ലോകത്തിൽ നാം കണ്ടു. അങ്ങനെ പണ്ടൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ കാണുന്ന സൗദി അറേബ്യയുടെ അതിർത്തിയിൽ ഇസ്രായേലിന്റെ സൈഡിൽ ബഹറുൽ മയ്യിത്ത് എന്ന് പറയുന്ന പേരിൽ സമുദ്രമുണ്ട്. അവിടെ നടന്നതായ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. 4 ലക്ഷത്തോളം വരുന്നതായ വിഭാഗം സ്വവർഗഭോഗം എന്ന് പറയുന്നതായ പുരുഷ ബന്ധം ചെയ്തതായ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവരെ കാട്ടിയത്? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മലക്കുകളിൽ വൻശക്തനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ട് ആ നാട്ടിനെ ഫജഅൽനാ അലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജ്ജീൽ മുസവ്വമതൻ ഇൻദ റബ്ബിക. അവരുടെ താഴ്ഭാഗത്തെ നാം മേൽഭാഗത്തെ താഴ്ഭാഗമാക്കി നാം മാറ്റിക്കളഞ്ഞ് പത്തിരി ചുടുന്നത് പോലെ നാട്ടിനെ. ഇപ്പോൾ ആ നാട്ടിൽ നാം പ്രവേശിച്ചാൽ നടക്കാൻ പറ്റുകയില്ല. ഒന്നൊരിക്കലോ ബഹറുൽ മയ്യിത്താണ്, അല്ലെങ്കിൽ ജനങ്ങൾ നടക്കാൻ പറ്റാത്ത, കൃഷിയില്ലാത്തതായ ഉപയോഗശൂന്യമായ ഭൂമിയായി ഇന്നും കാണാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതായ വിഭാഗം സ്വർഗ്ഗഭോഗം ചെയ്തതായ കാലഘട്ടക്കാരാണ്. അപ്പോൾ അത്തരം കാലഘട്ടത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിവാസികളെ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും മുഹമ്മദിന് ഇവിടെ ഉമ്മത്തുകൾക്ക് വാണിംഗുകൾ നൽകിയിട്ട് ആ വാണിംഗിന്റെ കീഴിൽ നിങ്ങൾ ജീവിക്കണം, നിങ്ങൾക്ക് ശിക്ഷ ഇവിടെയല്ല
നിങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ് നൽകുക. ഭൂകമ്പം പോലോത്തതായ, വെള്ളപ്പൊക്കം പോലോത്തതായ, അല്ലെങ്കിൽ ഭക്ഷണക്ഷാമം പോലോത്തതായ, മഴയില്ലാതിരിക്കുക പോലോത്തതായ അങ്ങനെയുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ മാത്രമാണ് നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ചിട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് ലഭിക്കുക. നിങ്ങൾ തോന്നിവാസികളായ തണ്ടികളായി മനുഷ്യതുല്യ ജീവിതമല്ല മൃഗതുല്യ ജീവിതം നയിച്ചുകൊണ്ട് വ്യഭിചാരം എന്താണെന്നറിയാതെ അഭിമാനത്തെ പിച്ച് ചീന്തിയും കൊണ്ട് ആർക്കും ആരെയും കാണാം, ആരും ആരോടും വിളിക്കാം, ചിരിക്കാം, കളിക്കാം, ആരും ആരോടും സംസാരിക്കാം എന്ന സിദ്ധാന്തമാണ് നിങ്ങളുടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഉള്ളതെങ്കിൽ നിങ്ങളെ ഞാൻ പരിശോധിക്കാൻ വേണ്ടിയുള്ള ചില്ലറ ശിക്ഷകളും ശിക്ഷിക്കും. ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട് നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ശിക്ഷിക്കുന്നതാണ്. ആ ശിക്ഷ കണ്ടിട്ട് നിങ്ങൾ സത്യത്തിലേക്ക്, അഭിമാനത്തിലേക്ക്, സംരക്ഷണത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക് നിങ്ങൾ മടങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അത് നിങ്ങൾക്കുള്ള യഥാർത്ഥ ശിക്ഷയല്ല. ലഅല്ലഹും യർജിഊൻ ദൂനൽ അദാബിൽ അക്ബർ, ഭയാനകമായ പരലോക ശിക്ഷ ഒഴിച്ച് അതവിടെ വേറെ തന്നെ ഉണ്ട്. ഇത് ചെറുതാണ് എന്ന് അല്ലാഹു സൂചിപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ റാഡാറിന്റെ പിന്നിൽ നിന്നിട്ട്, കീഴിൽ നിന്നിട്ട്, അള്ളാഹിന്റെ കമ്പ്യൂട്ടറിന്റെ കീഴിൽ നിന്നിട്ട്, അള്ളാഹുവിന്റെ യന്ത്രത്തിന്റെ കീഴിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമ്മൾക്ക് കൊണ്ട് സാധിക്കുക തന്നെ ഇല്ല. യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, ഉൻഫുദൂ മിൻ അഖ്താരിസ് സമ ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർള് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്റെ അണ്ടറിൽ നിന്നിട്ട്, എന്റെ ഭൂമിയിൽ നിന്നിട്ട് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ പരിശോധിക്കൂ. എന്റെ വിസ കിട്ടാതെ, എന്റെ അനുവാദം കിട്ടാതെ എന്റെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ എവിടെ ഓടാനാണ്? അതുകൊണ്ട് രക്ഷയില്ല. ഇതും എന്റെ ഭൂമി, മഹ്ശറയും എന്റെ ഭൂമി. നിങ്ങൾ എന്റെ പിടുത്തത്തിലാണ്, നിങ്ങൾ എന്റെ അടിമകളാണ്. അതുകൊണ്ട് എന്റെ കീഴിൽ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് ജീവിച്ചില്ലെങ്കിൽ എന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന ശക്തിയോടുകൂടിയുള്ള വാണിംഗ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു, ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആൻ, ലോകത്തോട് അന്നും ഇന്നും എന്നും വെല്ലുവിളിക്കുന്നതായ ഖുർആൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതെ, അങ്ങനെയുള്ള അഭിമാന സംരക്ഷണത്തിന് അനിവാര്യമായ ഒരു മാർഗമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതായ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച ഹിജാബ് അഥവാ പർദ, വ്യഭിചാരം, അതിന് അറുതി വരുത്താനുള്ള മാർഗം. അപ്പോൾ വെറും മുഖം മൂടലിലൂടെ മാത്രമോ, പർദ എന്ന വസ്ത്രം ധരിക്കലിലൂടെ മാത്രമോ പോരാ, മറിച്ച് പർദ എന്ന് പറയുമ്പോൾ അന്യ പുരുഷൻ അന്യ സ്ത്രീയുടെ ഇടയിൽ എന്തുണ്ടാവണം? തടസ്സമുണ്ടാവണം, വിലങ്ങ് തടി ഉണ്ടാവണം. മിക്സായി ഏത് സമയത്തും ഉണ്ടാവരുത്. അഥവാ മിക്സാകുമ്പോൾ അവർ തനിച്ചാവാൻ പാടുള്ളതല്ല. അവരുടെ കൂടെ മറ്റുള്ളവരുണ്ടായിരിക്കണം. അവർക്ക് അവരുടെ സ്വന്തക്കാരുണ്ടായിരിക്കണം, സ്ത്രീകളുടെ സ്വന്തക്കാര് അവരുടെ കൂടെ. യാത്ര പോവുകയാണെങ്കിലും അല്ലെങ്കിൽ കാറിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും തനിച്ചാവാൻ പാടുള്ളതല്ല പുരുഷനോട് കൂടി. റസൂല് പറയുന്നു, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി തനിച്ചാകുന്ന വേളയിൽ മൂന്നാമത്തെ വ്യക്തി പിശാചാണ്. പിശാച് മൂന്നാമത്തെ വ്യക്തി ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെ ഇല്ലാത്ത ഇളികളും ചിരികളും, ഇല്ലാത്ത സംസാരങ്ങളും, ഇല്ലാത്ത ബന്ധങ്ങളും, ഇല്ലാത്ത തോന്നിവാസങ്ങളും, അത് പിന്നെ പ്രേമമായി, പിന്നെ സ്നേഹമായി, പിന്നെ മുറിക്കാൻ പറ്റാത്തതായ ബന്ധമായി ആ അപകട മേഖലയിലേക്ക് എത്തും. അവിടെയാണ് പിന്നെ വ്യഭിചാരം ഉണ്ടാവുക. മുഖവുരകളെ അറ്റുകളയാൻ വേണ്ടി, അല്ലെങ്കിൽ മുറിച്ചു കളയാൻ വേണ്ടിയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. പൊതുവിലുള്ളതായ മൊത്തം ഹിജാബാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവേ പുരുഷന്മാർ, സ്ത്രീകൾ, പർദ എന്നതിന് പുറമെ, പർദയെ കുറിച്ചല്ല പറയുന്നത്, പൊതുവെ സ്ത്രീ പുരുഷന്മാർ അവരുടെ ഔറത്തിനെ മറക്കണം, അവരവരുടെ ഗുഹ്യസ്ഥാനം മറക്കണം. പുരുഷന്മാർ, സ്ത്രീകൾ, അടിമകൾ എല്ലാവരും ഒരുപോലെ ഔറത്ത് മറക്കണം, നിർബന്ധമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, ഇസ്ലാം കൽപ്പിച്ചതാണ്. അത് പറയേണ്ട ആവശ്യമുണ്ടോ മൗലവി എന്ന് ചോദിച്ചേക്കാം. മൗലവി എന്നെ പൊക്കല്ല, അല്ല മനുഷ്യ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ ഉണ്ട്. എന്തുകൊണ്ട്? ഇവിടെ നിങ്ങൾ ഈ താമസിക്കുന്ന അറബിയിൽ വസ്ത്രം ധരിക്കാതെ തന്നെ തവാഫ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. മക്കത്തെ കാബയിൽ വസ്ത്രം ധരിക്കാതെ നഗ്നരായിട്ട് തവാഫ് ചെയ്തതായ കാലഘട്ടം വിട്ട് കടന്നിരുന്നു. അവരുദ്ദേശിച്ചത് വെളുക്കാൻ തേച്ച് പാണ്ടായി നമ്മൾ പറയാറുള്ളത് പോലെ അവരുദ്ദേശിച്ചത് ഞങ്ങളുടെ വസ്ത്രമൊക്കെ തോന്നിവാസങ്ങളിലൂടെ ഉണ്ടാക്കിയതായ വസ്ത്രമാണ്. അത്